Debate with Dr. Arun Kumar. ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായി 68-ാം നാളാണ്. ചൂരൽമലയിലും മുണ്ടക്കൈയിലും സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി ഓഗസ്റ്റ് 2-ാം വാരം കേരളത്തോട് പറഞ്ഞത് ഈ ദുരന്തത്തിൽ കേരളം ഒറ്റയ്ക്കല്ല, കേന്ദ്രം കൂടെയുണ്ട് എന്നാണ്. ഒരു മെമ്മോറാണ്ടം എഴുതി നൽകാനും ആവശ്യപ്പെട്ടു. കേരളം മെമ്മോറാണ്ടം വിശദമായി തന്നെ സർക്കാരിന് എഴുതി നൽകി. ഇതുവരെയും ഒരു രൂപ പോലും പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്നോ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നോ സംസ്ഥാനത്തിന് ലഭ്യമാക്കിയിട്ടില്ല. ഒടുവിൽ ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നു. എന്താണ് കേന്ദ്രം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ 18-ാം തീയതിക്ക് മുമ്പിൽ ഹൈക്കോടതിയെ അറിയിക്കണം. ദുരന്തബാധിതരായ മനുഷ്യരെ ദുരിതാശ്വാസത്തിനായി ഓടിച്ച് മറ്റൊരു ദുരന്തമുണ്ടാക്കരുതെന്ന് താക്കീതും നൽകി. കേന്ദ്രത്തിൻ്റേത് കള്ളക്കണ്ണീരോ എന്നാണ് ചോദ്യം. ശംഷാദ് മരക്കാർ കോൺഗ്രസ് പ്രതിനിധി, ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്, BJP പ്രതിനിധി KVS ഹരിദാസ് എന്നിവരാണ് നമുക്കൊപ്പം. ആദ്യം KVS ഹരിദാസിലേക്ക്. KVS ഹരിദാസ്, മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്രം കൊടുത്തത് 1492 കോടിയാണ്. ആന്ധ്രയ്ക്ക് 716 കോടി, ബീഹാറിന് 655 കോടി, ഗുജറാത്തിന് 600 കോടി. എന്തുകൊണ്ടാണ് 68 ദിവസമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ പൂർണ്ണമായും ഇല്ലാതായ 500-ലധികം പേർക്ക് ജീവഹാനി സംഭവിച്ചുവെന്ന് കരുതുന്ന 648 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്ന് കണക്കുള്ള ഒരു ദുരന്തത്തിന് കേന്ദ്രം ധനസഹായം നൽകാത്തത്? അരുണേ, ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു നിങ്ങളിപ്പോൾ ആ വിവരം റിപ്പോർട്ട് ചെയ്തു. കെ സുരേന്ദ്രനെതിരെ മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ഒരു വ്യാജ പരാതി UDF-ഉം LDF-ഉം ഒക്കെ ചേർന്ന് മുസ്ലിം ലീഗും ഒക്കെ ചേർന്ന് ഉന്നയിച്ച് സുരേന്ദ്രനെ താറടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു കേസിൽ ഇന്നിപ്പോൾ കോടതി വിധിയുണ്ടായിട്ടുണ്ട്. BJPയെ താറടിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമത്തിൻ്റെ പര്യവസാനമാണ് നമ്മൾ ആ കോടതി വിധിയിലൂടെ കണ്ടത്. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇന്നിപ്പോൾ നിങ്ങളിവിടെ അവതരിപ്പിച്ച വിഷയം. ഞാനിത് രണ്ടും പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്നു എന്നതാണ് എൻ്റെ ഒരു അവസ്ഥ. എന്താണ് ഇന്നത്തെ ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ ഉപയോഗത്തിൻ്റെ രീതി? മിനിമം അത് മനസ്സിലാക്കിയാൽ ഈ തെറ്റിദ്ധാരണ മാറും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൻ്റെ വിനിയോഗം സംബന്ധിച്ച ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയത് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. അതിൽ നിന്നും നിശ്ചിത തുക ധനകാര്യ കമ്മീഷനാണ് നിശ്ചയിക്കുന്നത്. ഓരോ സ്റ്റേറ്റിനും ഓരോ വർഷവും കൊടുക്കേണ്ട പണം. ആ പണം കേന്ദ്ര സർക്കാർ സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നു. അത് സ്റ്റേറ്റിൻ്റെ വിഹിതമുണ്ട്, കേന്ദ്രത്തിൻ്റെ വിഹിതവുമുണ്ട്. അതിൽ നിന്ന് പണം ചെലവഴിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഭരണകൂടങ്ങൾക്കാണ്. കേരളത്തിൻ്റെ കയ്യിൽ പണമുണ്ട്. കേരളത്തിന് കേന്ദ്രം കൊടുത്തിട്ടുള്ള പണം ഈ വർഷം പോലും, ഈ സാമ്പത്തിക വർഷം പോലും, ഞാൻ അതിൻ്റെ കൃത്യമായ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. ഏതാണ്ട് ഒരു സെക്കൻഡ്, ഈ സാമ്പത്തിക വർഷം പോലും 145 അല്ല, 145 ഉൾപ്പെടെ. ഒരു സെക്കൻഡ് അല്ല, അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും SDRF NDRF-ൽ നിന്ന് കൊടുക്കുന്ന വിഹിതമല്ലേ? ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് കേന്ദ്രം കൊടുക്കുന്നു. ഞാൻ പറയും അല്ല ഞാൻ അരുണെ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ അരുണെ. അങ്ങനെയുള്ള പണം കേരളത്തിൻ്റെ കയ്യിലുണ്ട്. അരുണ് ഒന്നുകൂടി മനസ്സിലാക്കണം, നമ്മുടെ പ്രേക്ഷകരും മനസ്സിലാക്കണം. ഇതിൻ്റെ സിസ്റ്റം എന്താ? സംസ്ഥാനത്തിന് സ്വന്തം കയ്യിലുള്ള കേന്ദ്രം നൽകിയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ പെടുന്ന പണം ചെലവഴിക്കാം. അതിൻ്റെ റീഇംബേഴ്സ്മെൻ്റ് ആണ് കേന്ദ്രം പിന്നെ ചെയ്യുക. ആ തെറ്റിദ്ധരിപ്പിക്കുന്നു. നമ്മൾ ആവശ്യപ്പെട്ടത് NDRF-ന്റെ വിഹിതമായി സംസ്ഥാനത്തിന് കിട്ടേണ്ട, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കിട്ടേണ്ട പണമല്ല. ചൂരൽമല മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങളിലുള്ള മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിനും അവരുടെ കണ്ണീരൊപ്പുന്നതിനും കേന്ദ്രം ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണം. പ്രത്യേക കേന്ദ്ര സഹായം വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തത്. SDRF-ലേക്ക് ഫണ്ട് കിട്ടാൻ നമ്മൾ മെമ്മോറാണ്ടം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. KVS ഹരിദാസ്, അരുണെ, പ്രശ്നം എന്താ? യഥാർത്ഥ പ്രശ്നം എന്താ? ഞാൻ അരുൺ അതിലേക്ക് വഴിതിരിച്ചു വിടില്ലേ? ഞാനതിലേക്ക് വരാം. അരുൺ ഉന്നയിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം.
ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നിപ്പോൾ കേരളത്തിന് വയനാട്ടിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പണം കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് NDA സർക്കാരുകൾ തന്നെ 10-75-80 കോടി രൂപ കൊടുത്തു. അത് അവിടെയുണ്ട്. ഈ പണം ചെലവഴിക്കാൻ വകയുണ്ട്, അവിടെ അതിനുള്ള സൗകര്യമുണ്ട് കയ്യിൽ. പക്ഷേ കേന്ദ്രം പണം തന്നോ എന്നതാണ് ചോദ്യം. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് കേന്ദ്രം പണം തന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് നമുക്ക് LDF പ്രതിനിധിയോട് ചോദിക്കാം. ഞാൻ വരട്ടെ അരുണ വെയിറ്റ് ചെയ്യൂ, 2 മിനിറ്റ് ക്ഷമിക്കൂ. ഏതായാലും ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാത്തിരുന്നില്ലേ, 2 മിനിറ്റ് കൂടി ക്ഷമിക്കൂ. ഞാൻ പറഞ്ഞു വന്നത് കേന്ദ്രത്തിൻ്റെ പണം കേരളത്തിൻ്റെ കയ്യിലുണ്ട്, അത് ചെലവഴിക്കാം. അതിനുശേഷം കേരളം ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടല്ലോ, മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. ആ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു സംഘം വന്ന് കേരളത്തിൽ വന്ന് വയനാട്ടിൽ വന്ന് പരിശോധിക്കും. അതിൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന സംഭവമാണോ എന്ന് വിലയിരുത്തപ്പെടുക. അതാണ് രാജ്യത്തെ നിയമം. എടുത്തില്ലല്ലോ KVS ഹരിദാസ്. അതിന് കാരണം ആ 2 സംസ്ഥാനങ്ങളും, അല്ലെങ്കിൽ ഏത് ആന്ധ്രയിൽ മാത്രമല്ല, ബംഗാളിന് കൊടുത്തില്ലേ പൈസ? BJP ഭരിക്കുന്ന സർക്കാരല്ലല്ലോ, ആന്ധ്ര BJP ഭരിക്കുന്ന സർക്കാരാണോ? അവർക്ക് പണം കൊടുത്തില്ലേ? അപ്പോൾ സർക്കാർ തെലങ്കാനയ്ക്ക് കൊടുത്തില്ലേ? തെലങ്കാനയ്ക്ക് കൊടുത്തല്ലോ. ഞാൻ വേണമെങ്കിൽ കൃത്യമായ കണക്കിൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കാം. ഓരോ സ്റ്റേറ്റിനും കൊടുത്ത പണത്തിന്റെ കണക്ക് ഞാൻ വേണമെങ്കിൽ വായിക്കാം നിങ്ങളുടെ മുമ്പിൽ. ചൂരൽമല മുണ്ടക്കയിലേക്ക് അങ്ങ് തിരിച്ചു വരണം ശ്രീ KVS ഹരിദാസ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ അങ്ങ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ആ നിവേദനം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ? ഞാൻ അരുണിന്റെ മുമ്പിൽ ഒരു കാര്യം കൂടി ഉന്നയിക്കാം. ഈ വിഷയം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ VD സതീശൻ ഉന്നയിച്ചു. VD സതീശൻ ഉന്നയിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി കമായിന്ന് മിണ്ടിയോ? ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പ്രോപ്പറായിട്ടുള്ള നിവേദനം കേന്ദ്രത്തിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടോ എന്നതാണ്. എത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 17-ാം തീയതി തന്നെ ആ വിഷയം ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ കൃത്യമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടം, എസ്റ്റിമേറ്റുകൾ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലും ഒരു അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റാണ് തെറ്റായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. KVS ഹരിദാസ്, എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരമില്ലെന്ന് തോന്നുന്നു. ഈ മെമ്മോറാണ്ടം ഇപ്പോഴും കേന്ദ്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരു നയാ പൈസ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്നോ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നോ ഇതുവരെയും കൊടുത്തിട്ടില്ല. അതല്ലേ വാസ്തവം? അല്ല അരുണേ, ഈ കേന്ദ്രം കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് കേരളത്തിൻ്റെ കയ്യിലുണ്ട്. ഞാനിത് പറയണ കേൾക്കൂ. അതിൽ നിന്ന് അവർക്ക് ചെലവഴിക്കാം, അത് റീഇംബേഴ്സ് ചെയ്യാം. ഇവർ കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കും. അതിനൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കേണ്ടതുണ്ടോ, അതിനുള്ള അർഹത അതിനുണ്ടോ, അത് പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കേണ്ട സംവിധാനം കേന്ദ്ര സർക്കാർ. പരിശോധിക്കുന്നതിന് വേഗം കുറവാണെന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? കോടതി ചോദിച്ചതും അതാണ്. എന്താണ് നിലപാടെന്ന് കോടതിയിൽ 18-ാം തീയതി പറയണം. കോടതിയുടെ ആ വിമർശനം യഥാർത്ഥത്തിൽ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിലെ മനുഷ്യരെ ചേർത്തുപിടിച്ച് വിലപിച്ചു പോയ പ്രധാനമന്ത്രിയോടുള്ള ചോദ്യമായിരുന്നില്ലേ? ദുരന്തബാധിതരെ അധികൃതരുടെ പിന്നാലെ ഓടിച്ചു ദുരന്തമാക്കി മാറ്റരുത്. അല്ല അരുണേ, പ്രധാനമന്ത്രി വന്നിട്ടൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് വയനാട്ടിൽ. നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ കൂടെ കേന്ദ്രം ഉണ്ടാവും. ഈ ദുരിതം വന്ന സമയത്ത് NDRFന്റെ സംഘം വന്നില്ലേ, ആർമിയും നേവിയും എയർഫോഴ്സും വന്നില്ലേ, എന്തെല്ലാം സഹായം ചെയ്തു. മരിച്ചവർക്ക് 2 ലക്ഷം ഉറുപ്പിക പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്ത് കൊടുത്തില്ലേ? പരിക്കേറ്റവർക്ക് 50,000 ഉറുപ്പിക പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്ത് കൊടുത്തിട്ടില്ലേ? വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തുള്ള മനുഷ്യരുണ്ട് KVS ഹരിദാസ്. ഞാൻ അവരുടെ കാര്യം പരിഗണിക്കണമെങ്കിൽ നിയമാനുസൃതം കേരള സർക്കാർ യഥാവിധി അപേക്ഷ കൊടുക്കണം, മെമ്മോറാണ്ടം അർഹത. ഏതെങ്കിലും തരത്തിൽ അപേക്ഷയിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണെന്നോ അപേക്ഷ തെറ്റാണ് ഇതുകൊണ്ടോ അപൂർണമായതുകൊണ്ടോ ആണെന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ല.
അല്ല, അത് പരിശോധിക്കട്ടെ അരുണേ. ഓഗസ്റ്റ് മാസം കൊടുത്ത ഒരു സെപ്റ്റംബർ ഒരു മാസം പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നല്ലോ. ഈ കേന്ദ്ര സർക്കാരിന് അത് പരിശോധിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഒരു പ്രദേശത്തെ പൂർണ്ണമായിട്ടും ബാധിച്ചൊരു വലിയ ദുരന്തത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് കണ്ട ഒരു ദുരന്തമുഖത്ത് ഈ പണം എത്തിക്കുന്നത് അടിയന്തരമാണെന്ന് കേന്ദ്രത്തിന് തോന്നണ്ടേ? അതിനെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലെന്ന് ഞാൻ അരുണേ, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാ പണം കൊടുക്കുന്നത്? അവസാനത്തെ ചോദ്യം, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാ കേരളത്തിന് പണം കൊടുക്കുന്നേ? കേരളം അവിടെ വയനാട്ടിൽ 3 വാർഡുകളെ പൂർണ്ണമായിട്ടും പുനരധിവസിപ്പിക്കണം, ഒരു ടൗൺഷിപ്പ് കൊണ്ടുവരണം, ആ ടൗൺഷിപ്പിന്റെ ഒപ്പം ഉപജീവന മാർഗം കൊടുക്കണം. അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ അരുണേ, ഒരു സെക്കൻഡ്. എൻ്റെ സംശയം ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. എന്ത് ജോലിയാണ് വയനാട്ടിൽ കേരള സർക്കാർ ചെയ്തിട്ടുള്ളത്? ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്താ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ഞങ്ങൾ അവിടെ 2 ടൗൺഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അത് അക്വയർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആലോചിക്കുന്നു. അത്രേ ആയിട്ടുള്ളൂ. താൽക്കാലിക പുനരധിവാസം പൂർണ്ണമായി. ആദ്യഘട്ടത്തിൽ 90% ആളുകൾക്കും 10,000 രൂപ കൊടുത്തു, 300 രൂപ വീതം ഓരോ ദിവസം എന്ന നിലയിൽ 1 മാസത്തെ പണം കൊടുത്തു. അതിൽ ഇനിയും പല ആളുകൾക്കും അത് എത്തിച്ചേരാനുണ്ട്. ഇതൊന്നും കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നൊരു നയാ പൈസ കിട്ടാതെയാണെന്ന് ഓർമ്മിക്കണം ശ്രീ KVS ഹരിദാസ്. ഇതൊക്കെ സംസ്ഥാനം ഒറ്റയ്ക്ക് ഇവിടെയുള്ള മനുഷ്യരുടെ സഹായത്തോടു കൂടി, സുമനസുകളുടെ സഹായത്തോടു കൂടി ചെയ്തതാ. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രം ആ മെമ്മോറാണ്ടം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, വിവിധ വകുപ്പുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, സമയമാകുമ്പോൾ പണം തരും എന്നാണ്. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. എനിക്ക് മറ്റതിഥികളിലേക്ക് കൂടി പോയതിനു ശേഷം ഒരു ചെറിയ വേണം. ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്രത്തിന്റേത് കള്ളക്കണ്ണീരോ എന്നാണ് ചോദ്യം. KVS ഹരിദാസ് BJP പ്രതിനിധി, DYFI പ്രതിനിധി K റഫീഖ്, ഷംസാദ് മരക്കാർ കോൺഗ്രസ് പ്രതിനിധി K റഫീഖ്. ഇപ്പോൾ ഹരിദാസ് ചോദിക്കുന്നത്, മെമ്മോറാണ്ടം കേരളം കൃത്യമായി കൊടുത്തോ? ആ കൊടുത്തത് പരിശോധിക്കാൻ ഒരു സമയം വേണ്ടേ? ആ സമയമല്ലേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ? ഓഗസ്റ്റ് മാസത്തിലാണ് മെമ്മോറാണ്ടം കൊടുത്തത്, 1 മാസമേ ആയിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഒക്ടോബർ മാസം 5-ാം തീയതിയാണ്, 68 ദിവസമേ ആയുള്ളൂ. മുഖ്യമന്ത്രി വന്ന് പോയിട്ടാവട്ടെ ഒരു 40 ദിവസമേ ആവുന്നുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ കാലതാമസമാണോ? മാത്രമല്ല കേരള സർക്കാരിൻ്റെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ പണമുണ്ടല്ലോ, ആ പണം ഉപയോഗിച്ച് വയനാടിനെ പുനർനിർമ്മിക്കാൻ ആവശ്യമായ പദ്ധതികൾ സർക്കാർ ചെയ്ത് റീഇംബേഴ്സ്മെന്റ് ആവശ്യപ്പെട്ടാൽ പോരെ എന്നാണ് K റഫീഖ്. എത്ര മനുഷ്യത്വ വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് BJPയുടെ പ്രതിനിധി. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ ദുരന്തമാണ് ഈ വയനാട്ടിൽ ചൂരൽമലയിൽ ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2 മാസം പിന്നിട്ടിരിക്കുന്നു. ഒരു നയാ പൈസ പോലും നാളിതുവരെ കേന്ദ്ര ഗവൺമെൻറ് നൽകാൻ തയ്യാറായില്ല എന്നത് വളരെ ഗൗരവമായി കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് BJPയുടെ പ്രതിനിധിക്ക് ആ നിലയിൽ സംസാരിക്കാൻ പറ്റുന്നത്? ഇവിടെ കേരളത്തിൻ്റെ ഗവൺമെൻറ് മെമ്മോറാണ്ടം നൽകിയില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് വന്നപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും നോക്കിക്കണ്ടത്. ആ ഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചതാണ് കേരളത്തിലെ ഗവൺമെൻറ്. എന്നാൽ വിശദമായ റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞത്. അതിനടിസ്ഥാനത്തിൽ വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കി ഓഗസ്റ്റ് മാസം 17-ാം തീയതി കൃത്യമായി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നയാ പൈസ NDRFന്റെ ഭാഗമായി ഒരു നയാ പൈസ, ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന്റെ ഭാഗമായി ഒരു പൈസ ഇതുവരെ നീക്കിവെക്കാൻ തയ്യാറായില്ല. അതിനിവിടെ പറയുന്നത് SDRFന്റെ ഫണ്ട് നൽകിയെന്നാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും SDRFൽ നിന്ന് എല്ലാ വർഷവും ഫണ്ട് നൽകേണ്ടതാണ്, നൽകുന്നതാണ്. അതിൽ തന്നെ വിവേചനമുണ്ട് എന്നുള്ളത്, കേരളത്തോട് വിവേചനം കാണിച്ചിട്ടുണ്ടെന്നുള്ള വേറെ കേസ്. 291 കോടി രൂപയാണ് കേരളത്തിന് പ്രഖ്യാപിച്ചത്. ആന്ധ്രയ്ക്ക് 1036 ഇപ്പോൾ 2ാം ഗഡു എന്ന നിലയിൽ ഇവിടെ കേരളത്തിന് 145 കോടി രൂപ SDRFന്റെ ഭാഗമായി നൽകുമ്പോൾ 14 സംസ്ഥാനങ്ങൾക്കായി 5888 കോടി രൂപ കൊടുക്കുമ്പോഴാണ് അതിൽ കേവലം 145 കോടി രൂപ മാത്രം ഈ ദുരന്തമുണ്ടായ വേളയിലായിട്ടും സാധാരണഗതിയിൽ തരേണ്ട SDRFന്റെ ഭാഗമായി നൽകിയിട്ടുള്ളത്. എന്നാൽ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന്റെ ഭാഗമായി 1 രൂപ പോലും ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല. അതാണ് ഒരു വിഷയം. കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ച നിലപാടുകൾ വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏത് വിഭാഗത്തിലാണ് ഈ ദുരന്തം പെടുക എന്നത് നിർണയിച്ചു തരണം. L0, L1, L2, L3 ഈ 3 വിഭാഗത്തിൽ ഏതാണ് ദേശീയ തലത്തിലുള്ള ദുരന്തം എന്ന നിലയിലേക്ക് വരണമെങ്കിൽ L3 ഉൾപ്പെടുത്തണം. നമുക്കറിയാലോ, ആ L3യിൽ ഉൾപ്പെടുത്തിയാൽ ഉള്ള ഗുണം, തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, മറ്റ് MP മാർ, ഇന്ത്യയിലെ
788 MP-മാരുണ്ട് രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലുമായി. അവർക്ക് 25 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഈ ദുരന്തബാധിതർക്ക് വേണ്ടി പണം നീക്കിവെക്കാൻ വേണ്ടി കഴിയും. കേന്ദ്രത്തിലെ ഗവൺമെന്റ് 1 രൂപയുടെ നഷ്ടം വരുന്ന കാര്യമല്ല. പക്ഷെ അത് പ്രഖ്യാപിക്കാൻ പോലും ഏത് വിഭാഗത്തിലാണ് ഈ ദുരന്തം പെടുന്നത് എന്ന് നിർണ്ണയിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ദുരന്ത നിവാരണവുമായി അതോറിറ്റിയുടെ ഭാഗമായി ഈ കേന്ദ്ര ഗവൺമെന്റിന് ഈ മേഖലയിലുള്ള ആളുകൾക്ക് മൊറട്ടോറിയം പൂർണ്ണമായി പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയും. ദേശസാൽകൃത ബാങ്കുകളിലെ കടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അവർക്ക് ഈ കടം നിലനിർത്തിക്കൊണ്ട് പുതിയ കടങ്ങൾ, അവരുടെ ജീവനോപാധികൾക്ക് വേണ്ടി പുതിയ കടങ്ങൾ കൊടുക്കാനും കഴിയും. അതിനുവേണ്ടി ഒരു ഉത്തരവിറക്കിയാൽ മതി. ഒരു ഛേദവുമില്ലാതെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അത് നിലവിൽ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഗവൺമെന്റ് ആദ്യത്തെ 1 മാസം ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് 300 രൂപ വെച്ച് ഒരു കുടുംബത്തിലെ 2 പേർക്ക് കൊടുക്കുന്ന നിലയുണ്ടായി. അത് STMA-യുടെ ഉത്തരവിന്റെ ഭാഗമായിട്ട് 1 മാസം മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. NDMA-യുടെ ഭാഗമായി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഭാഗമായി 3 മാസം വരെ 300 രൂപ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അത് കേരളത്തിലെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടതാണ്. നിലവിലെ തീരുമാനം വന്നിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ ഈ 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതുപോലും തയ്യാറായിട്ടില്ല. വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ടും ഇതുവരെ ഫണ്ട് നൽകാൻ വേണ്ടി കൂടി ഒന്ന് പോയി വരാം. സംഷാദ് മരക്കാർ, എന്താണ് വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ വാടക വീടുകളിലേക്ക് പോയി ആദ്യഘട്ടത്തിലുള്ള പുനരധിവാസം, താൽക്കാലികമായ പുനരധിവാസത്തിന് ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി അവർക്ക് ഉപജീവന മാർഗം വേണം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ നാട്ടുകാർ പറയുന്നുണ്ട്. ഇനി അടുത്ത മാസം ഇവർക്ക് ഈ 300 രൂപ കിട്ടില്ല. 1 മാസം മാത്രമാണ് അവരുടെ ജീവനോപാധി കിട്ടിയത്. NDMA-യുടെ പരിധിയിൽപ്പെടുത്തിയിരുന്നെങ്കിൽ 3 മാസം കിട്ടുമായിരുന്നു എന്ന് റഫീഖ് കൂടി പറയുന്നു. ഇവിടെയാണ് ഒരു കനിവും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാതെ പോകുന്നത്. കാര്യങ്ങൾ കുറച്ച് ഗൗരവമുള്ളതല്ലേ സംഷാദ് മരക്കാർ? തീർച്ചയായും KVS ഹരിദാസ് അദ്ദേഹം പറയുന്നത് SDRF-ലേക്ക് കേന്ദ്രം നൽകിയ തുകയെക്കുറിച്ചാണ്. ആ തുകയാണ് നിങ്ങൾ നൽകുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുക എന്നുണ്ടായിരുന്നുവെങ്കിൽ 2 സംഘത്തെ വയനാട് ദുരന്തം പഠിക്കാൻ വിടേണ്ട ആവശ്യമോ അവർക്ക് റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആവശ്യമോ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ആ തുക ദുരന്തം ഉണ്ടായാലും ദുരന്തമില്ലെങ്കിലും ഒക്കെ കേരളത്തിന് ലഭിക്കുന്ന തുകയാണ്. ആ തുകയാണ് നിങ്ങൾ തരുന്നത് എങ്കിൽ ഈ നാടക പ്രഹസനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഇവിടെ പ്രധാനമന്ത്രി അടക്കം വന്ന ഒരു പ്രദേശമാണ്. അദ്ദേഹം വിംസ ആശുപത്രിയിലൊക്കെ സ്നേഹത്തോടുകൂടി താലോലിച്ച നൈസ മോളൊക്കെ ഈ ദുരന്തത്തിന്റെ അതിജീവനത്തിന്റെ ഭാഗമായി വന്ന കുട്ടികളാണ്. അവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ പാക്കേജ് ആവശ്യപ്പെട്ടത്. അത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനുണ്ടായ നഷ്ടത്തിന്റെ പാക്കേജാണ്. അല്ലാതെ SDRF-ലേക്ക് കൊടുക്കേണ്ട തുക ആവശ്യപ്പെടാനല്ല ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന മീറ്റിംഗിൽ പങ്കെടുത്തതും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞതും അദ്ദേഹം വിശദമായൊരു മെമ്മോറാണ്ടം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടതും സർക്കാർ മെമ്മോറാണ്ടം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അതിൽ കുറിച്ച് പഠിച്ച് ഈ വയനാടിന് ആവശ്യമായ തുക നൽകുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ജനതയോട് കാണിക്കേണ്ട ഒരു മര്യാദ എന്നുള്ളതാണ്. അതിന് നമ്മൾ SDRF-ന്റെ ഫണ്ടിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ, പിന്നീട് റീകൂപ്പ് ചെയ്യാം എന്നാണ് പറയുന്നതെങ്കിൽ ഇത് അന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ സമയമാകുമ്പോൾ തരും, അതുവരെ നിങ്ങൾ ചെലവ് എവിടെന്നെങ്കിലും കണ്ടെത്തൂ എന്ന് പറഞ്ഞാൽ മതി. അന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ തനിച്ചല്ല, പണം ഇതിനൊരു മാനദണ്ഡമല്ല എന്ന് പറഞ്ഞ് ആശ്വാസവാക്ക് മാത്രം പറഞ്ഞാൽ പോരാ, കാര്യങ്ങൾ നടക്കുകയും വേണം. അരുൺ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നത്, സംസ്ഥാന തലത്തിൽ സർക്കാരുകൾ ചെയ്യേണ്ട കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളിലും ഓരോരുത്തർ ചെയ്യേണ്ട കാര്യത്തിലും കൃത്യമായ ഉത്തരവാദിത്തത്തിൽ തന്നെ മുന്നോട്ട് പോകണം. 68 ദിവസം പൂർത്തിയായിരിക്കുകയാണ്. ആ 68 ദിവസം പൂർത്തിയാക്കിയപ്പോൾ 10,000 രൂപ നമ്മൾ പൂർണ്ണമായി കൊടുത്തു എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അവ്യക്തതയാണ്. അത് നമ്മൾ കൃത്യമായത് മനസ്സിലാക്കേണ്ടതാണ്. 10, 11, 12 വാർഡിലെ മുഴുവൻ ആളുകളെയും ദുരന്തബാധിതരായി കണ്ടുകൊണ്ട് അടിയന്തര ധനസഹായം 10,000 രൂപ അവർക്ക് നൽകണമെന്നുള്ളൊരു വാദം നമ്മൾ മുന്നോട്ട് വെച്ചതാണ്. അത് പരിഗണിക്കാമെന്ന് പറയുകയും ആദ്യഘട്ടത്തിൽ അപേക്ഷിച്ച എല്ലാ ആളുകൾക്കും 10,000 രൂപ കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ ഒരു 1000-ഓളം ആളുകൾക്ക് കൊടുത്തതിന് ശേഷം ഒരു ഉത്തരവ് വരികയാണ്. ആ ഉത്തരവിൽ ദുരന്തബാധിതരായ ആളുകൾക്ക് മാത്രം എന്ന് നിജപ്പെടുത്തിയ ഒരു ഉത്തരവ് വരുന്നു. അതിനുശേഷം വരുന്ന അപേക്ഷകളിന്മേൽ ഇവർ ദുരന്തബാധിതരാണോ ദുരന്തബാധിതർ അല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുക നൽകാൻ കഴിയുള്ളൂ എന്നുള്ളൊരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ശരിയായൊരു കീഴ്വഴക്കമല്ല. നമ്മൾ എല്ലാവർക്കും 10,000 രൂപ, അതായത് 10, 11, 12 വാർഡുകളിൽ എല്ലാവർക്കുമാണ്.
അവിടെ ക്യാമ്പിൽ താമസിച്ച ആളുകളുണ്ട്, വാടക വീട്ടിൽ താമസിച്ച ആളുകളുണ്ട്, ബന്ധുവീട്ടിൽ താമസിച്ച ആളുകളുണ്ട്, ചിലപ്പോൾ വീടിനൊന്നും പറ്റാത്തവരുമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് അരുൺ അറിയാവുന്നത് പോലെ ഒരു മാർഗവും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളാണ് ആ 3 വാർഡിലെ ആളുകൾ. അവരെ ദുരന്തത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അവർക്ക് 10,000 രൂപ കൊടുക്കുന്നത് ഒരു മനുഷ്യത്വപരമായ സമീപനമാണ്. അതിനൊരു ഉത്തരവിറക്കുകയും 249ഓളം ആളുകളുടെ അപേക്ഷ പെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പരിഹരിക്കുന്നതിന് വേണ്ടി താലൂക്കിലെ ഒരു ഉദ്യോഗസ്ഥനും വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും ഇവർ ഈ ദുരന്ത ബാധിതരാണോ അല്ലയോ എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അങ്ങനെ അവർ മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പലർക്കും 10,000 രൂപ കിട്ടാത്തൊരു സാഹചര്യം വരും. പക്ഷെ തൊട്ടപ്പുറത്തെ വീട്ടുകാരന് കിട്ടുകയും ഇപ്പുറത്തെ ഒരാൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു വലിയ പ്രയാസം അനുഭവിക്കുന്ന ഈ നാട്ടിലെ ജനപ്രതിനിധികൾ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയമല്ലേ? കാരണം ഇത് നമുക്ക് മിനിസ്റ്ററുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. പലരും ഇന്ന് ഞങ്ങളുടെ മൈക്കിൽ തന്നെ ഈ പ്രതികരണം നൽകിയിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് കൂടി പരിഹരിക്കേണ്ടതല്ലേ അതിനകത്തൊരു സാങ്കേതികത്വം? റഫീഖ്. അല്ല, ഇവിടെ തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിലെ സഹായം എന്ന നിലയിൽ 1013 പേർക്ക് നിലവിൽ 10,000 രൂപ വെച്ച് നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ചില ആളുകൾ കിട്ടാത്തതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അത് ഗവൺമെന്റ് പരിശോധിക്കുകയാണ്. പരിശോധിച്ച് അടിയന്തരമായി കൊടുക്കാൻ ആവശ്യമായ അർഹതപ്പെട്ടവർക്കെല്ലാം കൊടുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇതൊക്കെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങ് പറഞ്ഞതിനുള്ള മറുപടിയാണ് ഷംസാദും റഫീഖും പറഞ്ഞത്. ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൊടുക്കുന്ന പണമാണെങ്കിൽ പ്രധാനമന്ത്രി വന്ന് ഈ വലിയ ഷോ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. KVS ഹരിദാസ്. അരുണെ, നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, ചട്ടമുണ്ട്. അതനുസരിച്ചേ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ, ഏത് ഗവൺമെൻറ് ആണെങ്കിലും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ഇപ്പോൾ വയനാട്ടിൽ 10,000 രൂപ കൊടുക്കാൻ പണം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തുകൂടായിരുന്നോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഈ ചട്ടങ്ങളൊന്നും പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ ബാധകമല്ലല്ലോ KVS ഹരിദാസ്. പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്നാണ് മരിച്ചവർക്ക് 2 ലക്ഷം രൂപ വെച്ച് കൊടുത്തത്. അതിനൊരു സംവിധാനമുണ്ട്. പരിക്കേറ്റവർക്ക് 50,000 രൂപ വെച്ച് കൊടുത്തിട്ട് അതേ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നാണ്. അത് പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ട്. ആ ഫണ്ടിൽ നിന്ന് പോലും നമുക്ക് ആ അർത്ഥത്തിൽ പുനരധിവാസത്തിന് ചില്ലി കാശ് കിട്ടിയില്ല. ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ വിവിധ വകുപ്പുകൾ. അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുണ്ട്. ഇതിനൊക്കെ പണം വേണം. KVS ഹരിദാസ്. അരുണെ, നിങ്ങളൊരു സീസൺ ജേർണലിസ്റ്റാണ്. വിവരക്കേട് ഇരുന്ന് വിളമ്പരുത്. രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ആവശ്യപ്പെടുന്നത് കേരളത്തിൽ നിന്ന്. കേരളം റിപ്പോർട്ട് കൊടുത്തു, മെമ്മോറാണ്ടം കൊടുത്തു എന്ന് പറഞ്ഞു. അത് പരിശോധിച്ചിട്ട് ഇവർ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസിന് അർഹതയുണ്ടെങ്കിൽ കേരളത്തിന് കിട്ടും. അത് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥ തലത്തിലുള്ള സെക്രട്ടറി ത്രിപുരയുടെ ധനസഹായം പ്രഖ്യാപിച്ചത് ഒരാഴ്ച കൊണ്ടാണ്. ബീഹാറിന് ഇതൊന്നും വേണ്ടി വന്നില്ല. മെമ്മോറാണ്ടത്തിന്റെ ആവശ്യമേ ബീഹാറിന് ഉണ്ടായിരുന്നില്ല. കേരളത്തിന് എന്താ അങ്ങനെ ഒരു പ്രത്യേകത? നിങ്ങൾ പറയുന്നത് ശുദ്ധ വിവരക്കേടാണ് അരുണെ. ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല സുഹൃത്തെ. ഒരു ഗവൺമെന്റിനും അവരുടെ മുമ്പിൽ കിട്ടുന്ന പേപ്പർ സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. കേരളത്തിന് പ്രോപ്പറായിട്ടുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ഉദ്യോഗസ്ഥന്മാർ വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി കേരളത്തിന് അർഹതപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്ന് മരിച്ചവർക്ക് 2 ലക്ഷം രൂപ കൊടുത്തുവെന്നോ? പച്ചക്കള്ളം. KVS ഹരിദാസ്. പ്രധാനമന്ത്രിയുടെ നാഷണൽ റിലീഫ് ഫണ്ടിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. PMNRF-ഉം പ്രൈം മിനിസ്റ്റർ കെയർ ഫണ്ടും രണ്ടും രണ്ടാണ്. ഞാൻ ചോദിച്ചത് പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്ന് കൊടുത്തോ? ഒരു നയ പൈസ കൊടുത്തിട്ടില്ല KVS ഹരിദാസ്. അങ്ങ് പച്ചക്കള്ളം പറയരുത്. അങ്ങനെ മുതിർന്ന നേതാവല്ലേ? അല്ല, പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നാണ് കൊടുത്തത്. ഈ 2 ലക്ഷം രൂപയും 50,000 രൂപയും കൊടുത്തത് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തതാണ്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. അതിനകത്ത് ഞാൻ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ എന്താ തടസ്സം KVS ഹരിദാസ്? ഈ ചട്ടങ്ങളൊന്നും അതിന് ബാധകമല്ലല്ലോ.
ഒരു കാര്യം ചെയ്യൂ, പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയന്റെ സർക്കാർ നിവേദനം കൊടുക്കട്ടെ. ഏതെങ്കിലും ഫണ്ടിൽ ഇപ്പൊ കൊടുത്ത നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഇതൊന്നും തരുന്നില്ലല്ലോ നിങ്ങൾ. നിങ്ങൾക്ക് പണം കിട്ടും. പണം കിട്ടണമെങ്കിൽ ന്യായമായ നിലയിലുള്ള ആവശ്യം ഉന്നയിക്കണം, നിവേദനം കൊടുക്കണം, അതിനുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഞാൻ ഒരു കാര്യം കൂടി അരുണിനെ ഓർമ്മിപ്പിക്കാം. പണ്ട് പ്രളയം ഉണ്ടായില്ലേ? പ്രളയം ഉണ്ടായിട്ട് പൈസ കൊടുത്തു കേന്ദ്രം. അതിൻ്റെ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിന്റെ കഥ വന്നപ്പോൾ കേരളത്തിന് കൊടുക്കാൻ കഴിഞ്ഞോ? അവസാനം ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നത് കേരളത്തിന്റെ അരി കൊടുത്ത നിലയിലുള്ള ബില്ല്, പ്രളയത്തിന്റെ ബില്ലുകളുണ്ട്. അതിന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത് കെ വി എസ് ഹരിദാസ്. വീണ്ടും മോശമാവും സാഹചര്യം. പക്ഷേ കെ വി എസ് ഹരിദാസ് അങ്ങെങ്കിലും ഇടപെട്ടുകൊണ്ട് ഇനി ഇതിൽ കൂടുതൽ വൈകിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. 14,000-ത്തിലധികം മനുഷ്യർ ഒരു ദുരന്തത്തിൽ പെട്ടുപോയ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിലെ ദുരന്തബാധിതരായ മനുഷ്യരെ ഇനിയും വൈകാൻ, ഇനിയും കാത്തിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. കോടതി പറഞ്ഞതുപോലെ അവരുടെ കാത്തിരിപ്പ് ഒരു ദുരന്തമായി മാറരുത്. അരുണെ ഒരു മിനിറ്റ് ഇല്ല, സമയമില്ലാത്തതുകൊണ്ടാണ് 30 സെക്കൻഡ്സിലാണ് അവസാനിപ്പിക്കുന്നത്. അരുൺ ഓർമ്മിപ്പിക്കണം. അല്ല, ഒരു കാര്യം കൂടി താങ്കൾ ഓർമ്മിപ്പിക്കണം. മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള പണം അവിടുത്തെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറയണം. ഞങ്ങളുടെ ഗവൺമെന്റ്, NDAയുടെ ഗവൺമെന്റുകൾ കൊടുത്തിട്ടുണ്ട് 10-15 കോടി രൂപ. ശരി ശരി. അതുപോലെ നാട്ടിൽ മുഴുവൻ നടന്ന് പിരിച്ചിട്ടുണ്ട്. ആ പണം കുറച്ചെങ്കിലും അവിടെ ചെലവഴിക്കാൻ പറയും ആദ്യം. അതിന്റെ കണക്ക് ബോധ്യപ്പെടുത്താൻ അല്ലാതെ. നന്ദി ശ്രീ കെ വി എസ് ഹരിദാസ്, കെ റഫീഖ്, ഒപ്പം സംഷാദ് മരക്കാർ ചർച്ചയിൽ ചേർന്നത്. Debate with Dr. Arun Kumar.